തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. മധുരൈ സ്വദേശി ബെഞ്ചമിനാണ് പ്രതി. തമിഴ്നാട് സ്വദേശിയായ പ്രതി എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് പറയുന്നു. പ്രദേശത്തെ മറ്റു വീടുകളിൽ പ്രതി മോഷണത്തിനായി കയറുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. സലീം, തമിഴ്നാട്ടിൽ നിന്ന് മോഷണത്തിന് എത്തിയ ശേഷം ഈ പ്രതി അതിന്റെ ഭാഗമായി ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിച്ചു എന്നതാണോ പോലീസ് പറയുന്നത്? എന്താണ് യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ എന്താണ് തുടർ നടപടികൾ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? തലസ്ഥാന നഗരത്തിൽ ഈ ഉറങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ചു എന്ന അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്നത്. അതിലെ പ്രതിയെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ആ പ്രതിയെ ഇപ്പോൾ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോറി ഡ്രൈവറായ മധുര സ്വദേശി ബെഞ്ചമിനാണ് പ്രതി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ പിടികൂടി അതേ പ്രതി തന്നെയാണ് യുവതി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഈ ലോറി ഡ്രൈവർ ഇവിടേക്ക് എത്തി കേരളത്തിലേക്ക് ഈ ലോറിയുമായി എത്തുകയും പിന്നാലെ സമീപത്തെ കഴക്കൂട്ടത്തെ പ്രദേശങ്ങളിലെ ചില വീടുകളിൽ മോഷണ ശ്രമം നടത്തുകയുമായിരുന്നു. 3 വീടുകളിൽ കയറി മോഷണ ശ്രമം നടത്തി. അതിന് പിന്നാലെയാണ് ഈ ഹോസ്റ്റലിലേക്കും കയറിയത്. അതിൽ തന്നെ ഒരു വീട്ടിൽ നിന്നൊരു കുടയെടുത്ത് കൊണ്ടുപോയി. കുടയെടുത്ത് CCTVയിൽ പെടാതിരിക്കാൻ മുഖം മറച്ചതിന് ശേഷമാണ് ഹോസ്റ്റലിലേക്ക് കയറിയത്. ചില വീടുകളിൽ നിന്ന് തൊപ്പിയും ഒപ്പം തന്നെ ഹെഡ്സെറ്റുകളും ഒക്കെയും അയാൾ മോഷ്ടിച്ചു. അതിന് പിന്നാലെ ഹോസ്റ്റലിൽ കയറി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. പീഡിപ്പിച്ചതിന് ശേഷം ആറ്റിങ്ങലിലേക്ക് പോയി. അവിടെ നിന്ന് മധുരയിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മധുരയിൽ ഈ പ്രതിയെ സംബന്ധിച്ച് സമീപ പ്രദേശങ്ങളിലെ ചില CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മധുരയിലേക്ക് പ്രത്യേക സംഘം എത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. അതിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.